വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിതേപോലെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ അടുത്തൊരു വ്ളോഗ് ഇട്ടിട്ടേ ഉള്ളൂ. ആദ്യമായിട്ടായിരിക്കും ഞാനിങ്ങനെ അടുപ്പിച്ച് 2 വ്ളോഗൊക്കെ ഇടാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ഒരു യാത്ര പോകാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ രാവിലെ എണീറ്റ സമയത്തൊക്കെ വ്ളോഗിൻ്റെ ഇൻട്രോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചാണ് കേട്ടോ. പക്ഷേ ഒന്നും പറ്റിയില്ല. കാരണം നമ്മൾ 6 മണിയൊക്കെ ആവുന്ന സമയത്തായിരുന്നു എണീറ്റിട്ടുണ്ടായിരുന്നത്. നമുക്ക് 8 മണിയാകുമ്പോഴേക്കും കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു. 8 മണിക്ക് നമുക്ക് വണ്ടി വരുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും റെഡി ആയിട്ട് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എല്ലാവരും എന്താ പറയുക, എല്ലാവരും ഇങ്ങനെ ധൃതിയിലാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒക്കെ റെഡിയായി കഴിഞ്ഞിട്ട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഇൻട്രോ ഒക്കെ പറയാമെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ റെഡിയായി. സത്യം നോർമലി ഞാനിങ്ങനെ ആ പോകാൻ നേരത്തുള്ളൊരു ധൃതിപ്പെടൽ എനിക്കുണ്ട്. ആ ഒരു സമയത്ത് അതിൻ്റെ ഒക്കെ റെഡിയാവുക, എന്നിട്ട് ലേറ്റ് ആക്കുന്നതും ഞാനായിരിക്കും. പക്ഷെ ഇന്ന് ഞാൻ എന്തോ നേരത്തെ ഒരുങ്ങി. അതുകൊണ്ട് ഞാനിപ്പോൾ എന്താ വെച്ചാൽ വീഡിയോ എടുക്കാം, ഇൻട്രോ എടുക്കാമെന്ന്. അപ്പോൾ നമ്മൾ പോകുന്നത് തൃശ്ശൂരിലോട്ടാണ് കേട്ടോ. അതായത് അഞ്ജുശിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാണ്. ഞാനും വല്യമ്മയും വലിയച്ഛനും അമ്മു ചേച്ചിയും പിന്നെ സ്വാതി കൂടിയാണ് കേട്ടോ പോകുന്നത്. ആക്ച്വലി സ്വാതി അറിഞ്ഞിട്ടില്ല ഞാൻ വരുന്നത്. നമുക്ക് ജസ്റ്റ് അവളുടെ റിയാക്ഷന് മുൻപ് നമുക്ക് കാര്യം പറയാം. അതായത് ആക്ച്വലി ഈ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതായത് തൃശ്ശൂർ പോകുന്ന പ്ലാൻ ഓൾറെഡി കുറച്ച് മുന്നേ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇന്നലെ രാത്രി വരെ പോകുന്നില്ല എന്നാണ് കേട്ടോ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എനിക്ക് പീരിയഡ്സ് ആണ്. സോ എനിക്ക് പീരിയഡ്സ് ആകുന്ന സമയത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നൊന്നും വലിയ ഇഷ്ടമല്ല. പിന്നെ അവരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പോവാം, ലൈക്ക് എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ഒരു രസമാണല്ലോ. അങ്ങനെ എന്തായാലും നമ്മൾ പോകാൻ കേട്ടോ. ആക്ച്വലി അഞ്ജേച്ചിയും ഹസ്ബൻഡും ഇപ്പം ദുബായിൽ നിന്ന് വന്നേക്കാണ്. ഞാൻ വന്നിട്ട് അവരെ കണ്ടിട്ടില്ല. ഹായ് ഗായ്സ് പറയാം. ഞാൻ വരുന്നില്ല അതല്ലേ പറഞ്ഞത്. എന്നിട്ട് ഇവളിനോട് തെറ്റെന്നൊക്കെ പറഞ്ഞു അവസാനം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ റെഡിയായി ഒക്കെ സെറ്റായി നിൽക്കാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഉണ്ട് പോകുന്നത്. നമ്മൾ ട്രെയിനിനാണ് പോകുന്നത്. 8:15 ആകുമ്പോഴേക്കും വണ്ടി വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അമ്മു നല്ല ഗെറ്റപ്പിലൊക്കെയാണ് വന്നിരിക്കുന്നത്, അവിടെ ലിപ്സ്റ്റിക്. അപ്പം ഞാൻ എന്തൊക്കെ പറഞ്ഞു ഓർമ്മല്ല. അപ്പോൾ എന്തായാലും നമ്മൾ പോവാണ് കേട്ടോ. എല്ലാവരും ഉണ്ട്, സെറ്റായി റെഡി ആയിക്കാണ്. വലിയച്ഛൻ ആദ്യം പോയിട്ടുണ്ടായിരുന്നു. കാരണം ഓട്ടോയിൽ ഞങ്ങളെല്ലാവരും കൊല്ലക്കൊള്ളാണല്ലോ. അപ്പോൾ എന്താ പറയുക, വലിയച്ഛൻ ആദ്യം പോയി. നമ്മളെല്ലാവരും കൂടി ഇറങ്ങാൻ പോവാണ്. ഒക്കെ സെറ്റായിട്ടുണ്ട്. എൻ്റെ ഒരു പുതിയ അപ്പം നമുക്ക് എന്തായാലും ദിവസത്തിനാണ് പോകുന്നത്. പോക്ക് കണ്ട് ഇത് അമ്മു പെട്ടിയൊക്കെ കൊണ്ടാവുന്നത്. അത് 2 ദിവസത്തിനാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരാഴ്ചക്ക് പോകുന്ന ഒരു മട്ടുണ്ട്. കൊള്ളാം. നിങ്ങളൊക്കെ എങ്ങോട്ടാ? അമേരിക്കനമായി നോക്കൂ, എന്താ അതിന്റെ സ്റ്റൈൽ നോക്കില്ല അമ്മ പോകുന്നത്. ഇവരൊക്കെ എങ്ങോട്ടാ പോണേ? എങ്ങടാ അമ്മ? ഗോവയ്ക്ക് ട്രിപ്പ് പോകുന്നുണ്ട്. നമ്മൾ ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങളെ ഇറങ്ങുമ്പോ മഴ പോയതല്ലേ. ഞങ്ങൾ എയർപോർട്ടിൽ എത്തിന്നാ പറയാൻ പോണേ. റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇന്ന് വന്നില്ലെങ്കിൽ ഈ വ്ളോഗൊക്കെ മിസ്സാവില്ലായിരുന്നോ? ഓ ബൈ. ഞങ്ങൾ സാധനമൊക്കെ വാങ്ങി തരും. സഹായിക്കാൻ ഞങ്ങൾ വരും. പക്ഷേ വ്ളോഗേഴ്സ് ആ സൈഡിക്ക് പോണ്ട കേട്ടോ. നമുക്ക് മഴയത്ത് വൈറ്റ് ഷൂട്ട് വന്ന ആൾക്കാരെ കണ്ടോ? ഗോൾസ് എടുത്തിട്ടാണ് താ.
5:30 വേണ്ടിയാ? ലേറ്റ് ആണ് ഗൈസ്. എത്ര മിനിറ്റ്? 43 മിനിറ്റ് ആയിട്ടല്ലേ? അതൊക്കെയാണ് തെളിഞ്ഞ. നമ്മളെ സ്ഥലം പോലെയാണെങ്കിൽ ഗൈസ്, അങ്ങനെ ഞങ്ങൾ വടക്കാഞ്ചേരി എത്തി. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റോപ്പാണ് തൃശ്ശൂർ കേട്ടോ. അപ്പോൾ നമ്മൾ മേക്കപ്പ് ഒക്കെ ഒന്നുകൂടെ റീടച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. റീടച്ച്. അപ്പം നമുക്ക് എന്തായാലും മേക്കപ്പ് ഒക്കെ ചെയ്യാം. എല്ലാം കൂടെ സെറ്റ് ചെയ്തത് ജസ്റ്റ് ഒന്ന് നമ്മൾ ലിപ്സ്റ്റിക് ഒന്ന് റീടച്ച് ചെയ്തു. അമ്മ ഫുൾ മേക്കപ്പ് രണ്ടാമത് ചെയ്തു പറയണോ അവരെ. നമ്മൾ ട്രെയിൻ ഇറങ്ങിയപ്പോഴേക്കും അനീശ്വരൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രെയിൻ ലേറ്റ് ആയിരുന്നല്ലോ. പിന്നെ നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി കാറിൽ കയറി കേട്ടോ. അവിടെ നിന്ന് കുറച്ച് അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു അവരുടെ വീട്ടിലേക്ക്. ഹായ് ഗൈസ്, ഞങ്ങൾ ഫൈനലി ഇവിടെ വീട്ടിലെത്തി. അപ്പോൾ അഞ്ജുഷി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതവിടെ എല്ലാവരും വീട്ടിലൊക്കെ വിളിച്ച് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് എത്തിയത്. പിന്നെ നമ്മളെല്ലാവരും കുറച്ച് അവരുടെ ബാൽക്കണിയിലൊക്കെ ഒന്ന് പോയി ഇരുന്നു. അവിടെയൊക്കെ ഒന്ന് കുറച്ച് നേരം കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ നേരെ താഴത്തോട്ട് ഇറങ്ങിയിട്ടു. പിന്നെ അവിടെ ഫുൾ വർത്താനായിരുന്നു. പിന്നെ നേരെ പോയിട്ട് ലഞ്ച് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനിതൊരു പേരയ്ക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിക്കുകയാണ്. ഞങ്ങളവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അഞ്ചേച്ചിക്ക് ഉച്ചയ്ക്ക് ഡെന്റൽ ക്ലിനിക്കിൽ ഒരു അപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നു കേട്ടോ, അലൈനേഴ്സ് ഇടാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ എത്തിയതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ പോയത്. അലൈനേഴ്സ് ഇട്ടിട്ട് അഞ്ചേച്ചിക്ക് വർത്തമാനം പറയാൻ പറ്റില്ല ഗൈസ്. 2 ദിവസം അഞ്ചേച്ചി മിണ്ടാണ്ടിരിക്കണം ഇല്ലേ? എങ്ങനെയുണ്ട് പറ? നമ്മള് ഒന്നുമില്ല, നമ്മളെ പല്ലമാരി തന്നെ നമുക്ക് ഫ്രീ ആവും. ഫസ്റ്റ് ഇടുമ്പോ നല്ല ടൈറ്റ്, അപ്പൊരു വേദന. അപ്പൊ 2 സൈഡിലും നല്ല വേദന. നമുക്ക് കുറച്ച് കൊഞ്ഞ വരും, അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മളെ പല്ല് നമുക്ക് ശരിക്കും വിസിബിൾ ആയിട്ട് കാണും. അതാണ് അതിന്റെ സ്ഥലം തപ്പാണ് അടുത്ത് എങ്ങോട്ട് പോകും എന്നുള്ളത്. അമ്പലത്തിൽ പോകാനുള്ള പ്ലാനൊക്കെ ഉണ്ട്, ഡ്രസ്സ് ഇല്ല എന്നുള്ളതായി. കാരണം നമ്മൾ അമ്പലത്തിൽ പോകാൻ ആലോചിച്ചില്ല. ആരെ തെറ്റ്? ഞങ്ങളുടെ തെറ്റ്. തൃശ്ശൂർ വരുമ്പോൾ നമ്മൾ അമ്പലമാണ് ആദ്യം ആലോചിക്കേണ്ടതാണ് പഞ്ചേച്ചി പറഞ്ഞത്. ഓക്കെ, ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കാറൊക്കെ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് എടുത്ത് നമ്മൾ നേരെ പോവാണ് അടുത്ത സ്ഥലത്തേക്ക്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് അവിടുത്തെ ഒരു വൈമോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോളിലേക്കാണ് കേട്ടോ. ഇങ്ങോട്ട് വരുന്ന സമയത്ത് അമ്പലങ്ങളിൽ പോകാൻ നമുക്ക് വലിയ ഉറപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു ടൈപ്പ് ചുരിദാറൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. പക്ഷെ നമുക്ക് കുറേ അമ്പലങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അവിടെ എത്തിയിട്ടാണ് അറിഞ്ഞത്. അങ്ങനെ എല്ലാവർക്കും പോയിട്ട് ഓരോ ടോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. നേരെ നമ്മൾ ഇതേ മോളിൽ കയറി അവിടുന്ന് നേരെ സ്റ്റുഡിയോയ്ക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി എനിക്ക് ട്രെൻഡ്സിനേക്കാൾ ഇഷ്ടം സ്റ്റുഡിയോ ആണ് കേട്ടോ. പാലക്കാടൊക്കെ നിന്ന സമയത്ത് എപ്പോഴും മനസ്സിന് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കിട്ടുക സ്റ്റുഡിയോ എന്നായിരിക്കും കേട്ടോ. ഞാൻ അവിടെ നിന്ന് കുറേ ഡ്രസ്സ് തപ്പി. ഈ ഒരു ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല, വേറെ ഡ്രസ്സ് എടുത്തു കേട്ടോ. ബാക്കി നെക്സ്റ്റ് പാർട്ടിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.